നമസ്കാരം. സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ടെസ്റ്റ് ക്രിക്കറ്റിൽ വലിയ രീതിയിലുള്ള കടുത്ത പ്രതിസന്ധികളിലൂടെയും തിരിച്ചടികളിലൂടെയുമാണ് കടന്നുപോകുന്നതെങ്കിലും പരിമിത ഓവർ ക്രിക്കറ്റിൽ പ്രത്യേകിച്ച് ട്വന്റി ഫോർമാറ്റിൽ തങ്ങൾ എപ്പോഴും എത്രത്തോളം ശക്തരാണെന്ന് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീം ഒരിക്കൽക്കൂടി തെളിയിച്ചിരിക്കുകയാണ്. നിലവിലെ ലോക ചാമ്പ്യന്മാരായ ഇന്ത്യൻ ടീമിനെ വളരെ അനായാസം തകർത്തുവിട്ടുകൊണ്ട് ഈ ഫോർമാറ്റിൽ ഇന്ത്യക്കെതിരെയുള്ള തങ്ങളുടെ ചരിത്രത്തിലെ ആദ്യത്തെ ട്വന്റി പരമ്പര നേട്ടം ഇംഗ്ലണ്ട് സ്വന്തമാക്കി കഴിഞ്ഞു. ബ്രിസ്റ്റോളിൽ നടന്ന ആവേശകരമായ നാലാം ട്വന്റി മത്സരത്തിൽ 37 പന്തുകളും 9 വിക്കറ്റുകളും ബാക്കി നിൽക്കെയാണ് ഇംഗ്ലണ്ട് ഇന്ത്യക്കെതിരെ ആധികാരികമായി വിജയം നേടിയത്. ഈ മത്സരത്തിലെ സ്കോർ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ ഇന്ത്യൻ ബാറ്റിംഗ് നിര നേരിട്ട പ്രതിസന്ധിയും ഇംഗ്ലണ്ടിന്റെ ആധിപത്യവും വ്യക്തമാകും. ഇന്ത്യ 20 ഓവറിൽ 154 5 വിക്കറ്റ് നേടി. ഇംഗ്ലണ്ട് 13.5 ഓവറിൽ 156 കഴിഞ്ഞ മാർച്ചിൽ നടന്ന ട്വന്റി ലോകകപ്പിന്റെ സെമിഫൈനലിൽ ഇന്ത്യ ഉയർത്തിയ 254 റൺസ് എന്ന കൂറ്റൻ സ്കോർ പിന്തുടർന്ന് പരാജയപ്പെട്ട് പുറത്താകേണ്ടി വന്നതിന് ഈ തകർപ്പൻ പരമ്പര വിജയത്തിലൂടെ ഇംഗ്ലണ്ട് ടീം ഇന്ത്യയോട് ഒരു ചെറിയ മധുര പ്രതികാരം വീട്ടിയിരിക്കുകയാണ്. വരാനിരിക്കുന്ന ശനിയാഴ്ച സംജാനി വെച്ച് നടക്കാനിരിക്കുന്ന പരമ്പരയിലെ അവസാന മത്സരവും ജയിക്കുകയാണെങ്കിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ട്വന്റി റാങ്കിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യ മറികടന്ന് ആ പദവി സ്വന്തമാക്കാനും ഇംഗ്ലണ്ടിന് സാധിക്കും. ആ നിലയ്ക്കുള്ള കടുത്ത ആക്രമണമാണ് ഇംഗ്ലണ്ട് അഴിച്ചുവിട്ടത്. ഈ തവണ ഇന്ത്യ ഉയർത്തിയ 155 റൺസ് എന്ന ചെറിയ വിജയലക്ഷ്യം പിന്തുടർന്ന് ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് തങ്ങളുടെ വിശ്വസ്തനായ ഓപ്പണറും സീനിയർ താരവുമായ ജോസ് ബട്ട്ലറെ തുടക്കത്തിൽ തന്നെ നഷ്ടമായിരുന്നു. ഇന്ത്യൻ പേസർ ആഷർ സിംഗിന്റെ പന്തിൽ ബട്ട്ലർ പുറത്താകുമ്പോൾ ഇംഗ്ലണ്ടിന്റെ സ്കോർ ബോർഡിൽ വെറും 10 റൺസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. തുടക്കത്തിലെ ഈ വിക്കറ്റ് ഇന്ത്യക്ക് നേരെ പ്രതീക്ഷ നൽകിയെങ്കിലും പിന്നീട് ഒത്തുചേർന്ന ഓപ്പണർ ഫിൽസാട്ടും ക്യാപ്റ്റൻ ഹാരി ബ്രൂക്കും ചേർന്ന് ഇന്ത്യൻ ബൗളിന് നേരെ മൈതാനത്തിന്റെ നാണക്കോണിലേക്ക് ടച്ച് തകർക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. വെറും 70 പന്തിൽ നിന്ന് 146 റൺസിന്റെ തകർപ്പൻ കൂട്ടുകെട്ടാണ് ഇരുവരും ചേർന്ന് ഇംഗ്ലണ്ടിനായി പടുത്തുയർത്തിയത്. ഇന്ത്യൻ ബൗളർമാർക്ക് ഇവർക്കെതിരെ യാതൊരുവിധ നിയന്ത്രണവും ഉണ്ടായിരുന്നില്ല. ഇംഗ്ലീഷ് നായകൻ ഹാരി ബ്രൂക്ക് വെറും 21 പന്തിൽ നിന്നാണ് തന്റെ അർദ്ധ സെഞ്ചുറി തികച്ചത്. മറുഭാഗത്ത് മികച്ച പിന്തുണ നൽകിയ ഫിൽസാട്ട് 34 പന്തിൽ നിന്നും തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. ആഷർ സിംഗിന്റെ പന്തിൽ സാൾട്ട് വിജയം കുറിക്കുമ്പോഴും സാൾട്ടിനെയും ബ്രൂക്കിനെയും പുറത്താക്കാൻ ഒരൊറ്റ ഇന്ത്യൻ ബൗളർക്കും സാധിച്ചിരുന്നില്ല എന്നത് നമ്മുടെ ബൗളിംഗ് പ്ലാനുകളുടെ പരാജയത്തെയാണ് കാണിക്കുന്നത്. ബ്രിസ്റ്റോളിൽ ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റിംഗ് ഇറങ്ങേണ്ടി വന്ന ഇന്ത്യൻ ടീമിന് തുടക്കം മുതലേ കാര്യങ്ങൾ ഒട്ടും എളുപ്പമായിരുന്നില്ല. മുമ്പ് നോട്ടിംഗ്ഹാമിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യൻ ബാറ്റർമാരെ സമ്മർദ്ദത്തിലാക്കാൻ ഇംഗ്ലണ്ട് പരീക്ഷിച്ച അതേ ഷോർട്ട് ബോൾ തന്ത്രമാണ് ഇംഗ്ലീഷ് ബൗളർമാർ ബ്രിസ്റ്റോളിലും വിജയകരമായി പുറത്തെടുത്തത്. വേഗതയേറിയ പന്തുകളെ പ്രതിരോധിക്കാൻ കഴിയാതെ ഇന്ത്യൻ മുൻനിര മുഴുവൻ പതറിപ്പോയി. യുവ ഓപ്പണർ വൈഭവ് സൂര്യവംശി ഈ തവണ വലിയൊരു ഇന്നിംഗ്സ് കളിക്കാനാകാതെ നിരാശപ്പെടുത്തി. മറ്റൊരു ഓപ്പണറായ അഭിഷേക് ശർമ്മ വെറും 16 റൺസിനും വെടിക്കെട്ട് താരം ഇഷാൻ കിഷൻ 4 റൺസിനും മധ്യനിരയിൽ ഇറങ്ങിയ ശിവൻ ദുബെ 22 റൺസിനും ഇംഗ്ലണ്ടിന് കൃത്യതയായ ബൗളിംഗ് നിരയ്ക്ക് മുന്നിൽ കീഴടങ്ങി മടങ്ങി. വിദേശ പിച്ചുകളിൽ ഏറെ പതിർന്ന തിളവർമ്മയും വാഷിംഗ്ടൺ സുന്ദറും ഇംഗ്ലീഷ് പേസർമാരുടെ സ്ലോവർ ബൗൺസുകളിൽ കുടുങ്ങി വിക്കറ്റ് സമ്മാനിച്ച് മടങ്ങുകയായിരുന്നു. ഇംഗ്ലീഷ് ബൗളിംഗ് നിരയിൽ ജോഫ്ര ആർച്ചറും ജോഷ് ടങ്ങും 2 വിക്കറ്റ് വീതം വീഴ്ത്തി ഇന്ത്യൻ മധ്യനിരയുടെ നടുപിടിച്ചപ്പോൾ സ്റ്റാർ ഓൾറൗണ്ടർ സാങ്കറും തന്റെ 4 ഓവറിൽ വെറും 24 റൺസ് മാത്രം വിട്ടുകൊടുത്ത് ഇന്ത്യൻ റൺ റേറ്റ് നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. മുൻനിരയും മധ്യനിരയും ഒരേപോലെ പരാജയപ്പെട്ടതോടെ നിശ്ചിത 20 ഓവറിൽ ഇന്ത്യക്ക് 5 വിക്കറ്റ് നഷ്ടത്തിൽ 154 റൺസ് മാത്രമാണ് നേടാനായത്. മറുഭാഗത്ത് ഒന്നിനു പുറകെ ഒന്നായി വിക്കറ്റുകൾ പൊഴിയുമ്പോഴും ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ഇന്ത്യക്ക് ക്രീസിൽ ഉറച്ചുനിന്ന് ഒരു മികച്ച ഒറ്റ പോരാട്ടമാണ് നടത്തിയത്. ഈ പരമ്പരയുടനീളം ഇന്ത്യക്കായി സ്ഥിരതയോടെ റൺസ് കണ്ടെത്തുന്ന ഏക ബാറ്ററും ക്യാപ്റ്റൻ അയ്യർ മാത്രമാണ്. ഇംഗ്ലീഷ് പേസ് തലവൻ ജോഫ്ര ആർച്ചർ മനോഹരമായ ഒരു അപ്പർകട്ടിലൂടെ സിക്സറിന് പറത്തിക്കൊണ്ടാണ് അയ്യർ തന്റെ ആക്രമണം തുടങ്ങിയത്. പിന്നീട് ക്രീസിലെത്തിയ ഇംഗ്ലണ്ട് പരിചയസമ്പന്നനായ ലെഗ് സ്പിന്നർ ആദിൽ റഷീദിനെതിരെ കടുത്ത ആക്രമണമാണ് അയ്യർ അഴിച്ചുവിട്ടത്. ആ മത്സരത്തിൽ റഷീദ് വിട്ടുകൊടുത്ത 49 റൺസ് 44 റൺസും പിറന്നത് ശ്രേയസ് അയ്യരുടെ ബാറ്റിൽ നിന്നായിരുന്നു എന്നത് അദ്ദേഹത്തിന്റെ ബാറ്റ് മികവ് വ്യക്തമാക്കുന്നു. 4 ഫോറുകളും 5 സിക്സറുകളും അടക്കം തകർപ്പൻ പ്രകടനം പുറത്തെടുത്ത അയ്യർക്ക് പക്ഷേ മറുഭാഗത്തുണ്ടായിരുന്ന മറ്റ് ബാറ്റ്സ്മാൻമാരിൽ നിന്ന് യാതൊരുവിധ പിന്തുണയും ലഭിച്ചില്ല. മത്സരത്തിന്റെ അവസാന 2 ഓവറുകളിൽ സാം കർണും ജോഫ്ര ആർച്ചറും കൃത്യതയാർന്ന യോർക്കറുകളിലൂടെ ഇന്ത്യൻ ബാറ്റിംഗിനെ വെറും 8 റൺസിന് ഒതുക്കിയതും ഇന്ത്യൻ വലിയ തിരിച്ചടിയായി മാറി. മികച്ച രീതിയിൽ ബാറ്റ് ചെയ്ത 49 പന്തിൽ 80 റൺസ് എടുത്ത ഇന്ത്യൻ ക്യാപ്റ്റൻ പുറത്താകുന്നില്ലെങ്കിലും ടീമിനെ ഒരു വലിയ സ്കോറിലേക്ക് എത്തിക്കാൻ അത് മതിയാകുമായിരുന്നില്ല. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നീണ്ട ചരിത്രത്തിൽ ഇതാദ്യമായാണ് പുരുഷ ടീം അന്താരാഷ്ട്ര തലത്തിൽ തുടർച്ചയായി 2 ട്വന്റി പരമ്പരകൾ തോൽക്കുന്നത് എന്ന വലിയ നാണക്കേടിലേക്ക് ടീം എത്തിപ്പെട്ടിരിക്കുകയാണ്. ഈ പര്യടനത്തിൽ തൊട്ടു മുമ്പ് നടന്ന അയർലൻഡിനെതിരായ 2 മത്സരങ്ങളുടെ ട്വന്റി പരമ്പരയും ഇന്ത്യ തോറ്റിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇംഗ്ലണ്ടിനോടും പരമ്പര കൈവിട്ടിരിക്കുന്നത്. ഇതിനിടെ ഇംഗ്ലണ്ട് പരമ്പരയിലെ ആദ്യ മത്സരം മഴ കാരണം ഉപേക്ഷിക്കേണ്ടി വന്നത് മാത്രമാണ് പരമ്പരയിലെ തോൽവിയുടെ ആഴം 0-3 എത്താതിരിക്കാൻ കാരണമായ ഏക ആശ്വാസം. ഇന്ത്യൻ വൈറ്റ് ബോൾ ടീമിന്റെ ക്യാപ്റ്റനായി ചുമതലയേറ്റ് 2 ആഴ്ച തികയുന്നതിന് മുമ്പ് തന്നെ കടുത്ത പരാജയങ്ങളും വിമർശനങ്ങളും നേരിടേണ്ടി വന്നതോടെ വലിയ സമ്മർദ്ദത്തിലാണ് ഇപ്പോൾ ശ്രേയസ് അയ്യർ.
ലോകകപ്പ് നേടിയ ഒരു വലിയ ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനം പെട്ടെന്ന് ഏറ്റെടുക്കേണ്ടി വന്നതും ടീമിലെ മുതിർന്ന താരങ്ങളുടെ ഫോമില്ലായ്മയും മാനേജ്മെന്റിന്റെ പാളയ തന്ത്രങ്ങളുമെല്ലാം അയ്യരെ പ്രതിക്കൂട്ടിലാക്കുകയാണ്. 2020 ലോകകപ്പ് കിരീടം നേടി ഏതാനും മാസങ്ങൾ മാത്രം പിന്നിടുമ്പോഴേക്കും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഇത്തരമൊരു തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയത് എങ്ങനെയെന്നത് ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ്. പുതിയ കളിക്കാരെ വളർത്തിയെടുക്കാനും യുവാക്കളെ പരീക്ഷിക്കാനുമുള്ള ഹെഡ് കോച്ച് ഗൗതം ഗംഭീറിന്റെ തീരുമാനങ്ങൾക്കൊന്നും തന്നെ വിദേശ മണ്ണിൽ കൃത്യമായി ഫലം കാണാൻ സാധിക്കുന്നില്ല. സഞ്ജു സാംസനെ പോലെയുള്ള അനുഭവസമ്പത്തുള്ള കളിക്കാരെ ടീമിൽ നിന്ന് മാറ്റി നിർത്തി തുടർച്ചയായി പരാജയപ്പെടുന്ന ഇഷാൻ കിഷാനും തിലകവർമ്മയ്ക്കും വാഷിംഗ്ടൺ സുന്ദറിനും വീണ്ടും വീണ്ടും അവസരങ്ങൾ നൽകുന്ന മാനേജ്മെന്റ് രീതിയാണ് ഈ വൻ തകർച്ചയ്ക്ക് പ്രധാന കാരണം. ഓരോ മത്സരത്തിലും ബൗളിംഗ് നിരയെയും ബാറ്റിംഗ് ഓർഡറിനെയും മാറ്റിമറിക്കുന്നത് കളിക്കാരെ ആത്മവിശ്വാസത്തെയും സ്ഥിരതയും ദോഷകരമായി ബാധിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് സാഹചര്യങ്ങളിൽ എങ്ങനെ കളിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായ പ്ലാനിംഗ് ഇല്ലാതെയാണ് ഇന്ത്യൻ ടീം ഇറങ്ങിയതെന്ന് ഓരോ കളിക്കാരനെയും പുറത്താക്കൽ രീതികൾ വ്യക്തമാക്കുന്നു. ഇംഗ്ലണ്ടിനെതിരായ ഈ ദയനീയ പരമ്പര തോൽവി ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിനും സെലക്ടർമാർക്കും വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. വരും ദിവസങ്ങളിൽ സതാന്റണിയിൽ നടക്കാനിരിക്കുന്ന അവസാന മത്സരത്തിലെങ്കിലും മികച്ച ഒരു തന്ത്രവുമായി ഇറങ്ങി വിജയം നേടാൻ ഇന്ത്യക്ക് സാധിച്ചില്ലെങ്കിൽ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം കൂടി നഷ്ടമാകുന്ന വലിയൊരു തിരിച്ചടിയാകും ടീമിനെ കാത്തിരിക്കുന്നത്. ഇനിയെങ്കിലും അനാവശ്യമായ വാശികളും പരീക്ഷണങ്ങളും മാറ്റിവെച്ച് പ്രതിഭയും ഫോമുമുള്ള കളിക്കാരെ പ്ലേയിങ് 11 ഉൾപ്പെടാൻ ശക്തമായ ഒരു തിരിച്ചുവരവ് നടത്താൻ ഇന്ത്യൻ ടീം തയ്യാറാകണം. ഇംഗ്ലണ്ടിനെതിരായ പരമ്പര തോൽവിയെക്കുറിച്ചും ഇന്ത്യൻ ബാറ്റർമാർ തുടർച്ചയായി ഷോർട്ട് ബോളുകളിൽ കുടുങ്ങി പുറത്താകുന്നതിനെക്കുറിച്ചുമുള്ള നിങ്ങളുടെ സ്വാഭാവികമായ അഭിപ്രായങ്ങൾ താഴെ പങ്കുവെക്കാവുന്നതാണ്. കൂടുതൽ ക്രിക്കറ്റ് വിശകലനങ്ങൾക്കായി സ്പോർട്സ് ബീറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.